തജിക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഈ രാജ്യത്തെത്തിയിട്ട് 2ാം ദിവസമാണിന്ന്. ഖുജന്ത് എന്ന സാംസ്കാരിക പ്രദേശം പിന്നിട്ട് സുഗതിലൂടെയാണ് യാത്ര. തജിക്കിസ്ഥാന്റെ 3 പ്രൊവിൻസുകളിൽ പ്രമുഖമായതാണ് സുഗത്. ഗിസാർ പർവ്വതനിരയുടെ താഴ്വാരത്തെ ചെറുഗ്രാമങ്ങൾ പിന്നിലായിക്കൊണ്ടിരിക്കുന്നു. മൺവീടുകൾ. ഇനിയും വലിയ വികസനമൊന്നും എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളാണിതെല്ലാം. ഫെർഗാന താഴ്വരയിലെ ഗോതമ്പ് വയലുകൾ ഏറെ പിന്നിലായിരിക്കുന്നു. ഐനി എന്നു പേരുള്ള പട്ടണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പ്രധാന പാതയിൽ നിന്നും വിട്ട് ഒരു മൺപാതയിലൂടെ കുറേ ദൂരം പോകുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. എന്റെ ഡ്രൈവർ ഇസ്ഫാൻ ഡിയറിന് ഇവിടം സുപരിചിതമാണ്. ഖുഷ് ഒമാദിയേദ് എന്ന ബോർഡ് വെച്ച റെസ്റ്റോറന്റ്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് തീരുമാനം. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ വലിയൊരു പ്രദേശത്ത് ചെറു കോട്ടേജുകളുടെ നിരയാണ് കാഴ്ചയിൽ. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ധാരാളം കാറുകൾ നിരന്നു കിടക്കുന്നുണ്ട്. ചില വലിയ കെട്ടിടങ്ങളുമുണ്ട് ഇവിടെ. എങ്കിലും മൈതാനത്തെ ഈ ചെറുവീടുകളാണ് പ്രധാന ആകർഷണം. നിരന്ന ഭാഗത്ത് മാത്രമല്ല, കുന്നിന്റെ ചെരുവിൽ വരെയുണ്ട് ഹട്ടുകൾ. അവിടെ ഒരിടത്ത് പ്രസിഡന്റിന്റെ ചിത്രവും സന്ദേശവും. മനോഹരമായ മലഞ്ചെരുവിലും താഴ്വാരത്തുമായാണ് റെസ്റ്റോറന്റ്. ചെറിയൊരു അരുവി. ഹട്ടുകളിലെല്ലാം തന്നെ ആളുകളുണ്ട്. ഓരോന്നിനും പ്രത്യേകം നമ്പർ ഇട്ടിരിക്കുന്നു. ഓരോ കോട്ടേജിലും ഒരു കുടുംബം ചെന്നിരിക്കും. അവിടേക്ക് പരിചാരകർ ഭക്ഷണം എത്തിക്കുകയും ചെയ്യും. കുറെ ജീവനക്കാരുമുണ്ടിവിടെ. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാട്ടുപുല്ലുകൾ. അരുവിക്ക് കുറുകെ ചെറുമരപ്പാലം. ഗിസാറിലെ ഏതോ മലയിൽ നിന്നും ഒഴുകി വരുന്ന അരുവിയാണ്. കുളിർമയുള്ള നല്ല ശുദ്ധജലം. സവിശേഷമായൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. നല്ല തണുത്ത കാറ്റ്. ഭക്ഷണം കഴിക്കാനായി ഈ സ്ഥലം തന്നെ കണ്ടുപിടിച്ച ഇസ്ഫാൻ ഡിയറിനെ ഞാൻ അഭിനന്ദിച്ചു. 1 നിലയും 2 നിലയുമുള്ള നിരവധി കോട്ടേജുകൾ. അതിലോരോന്നിലും ആളുകൾക്കിരിക്കാം. ഞങ്ങളും ഒരു കോട്ടേജിലേക്ക് കയറി ചെന്നു. ഇന്നാട്ടുകാർ സൂഫ എന്ന് വിളിക്കുന്ന ഇരിപ്പിട സംവിധാനം. കട്ടില് പോലുള്ള വലിയൊരു തട്ട്. അതിൽ ചമ്രം പടിഞ്ഞ് വട്ടമിട്ടിരുന്നു വേണം ഭക്ഷണം കഴിക്കാൻ. അംബുരാജയും ഇസ്ഫാനുമെല്ലാം സൂഫയിൽ സ്ഥാനം പിടിച്ചു. അപ്പോഴേക്കും ഒരു തട്ടിൽ വിഭവങ്ങളുമായി പരിചാരകനെത്തി. ഓർഡർ എടുക്കും മുൻപ് തന്നെ എത്തുന്ന സംഗതികളാണിത്. വലിയ 2 നാൻ, പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡും. നാൻ പ്ലേറ്റിലൊന്നുമല്ല വെക്കുന്നത്. നടുവിൽ വിരിച്ച തുണിയിൽ അത് വെറുതെ അങ്ങ് വെക്കുന്നു. ഇനി മാംസവിഭവം എന്ത് വേണമെന്നാണ് ചോദ്യം. ഷഷ്ലിക്കിയും തന്തൂറുമാണ് പ്രധാന ഇറച്ചി വിഭവങ്ങൾ. ആട്ടിറച്ചി, കോഴിയിറച്ചി, മാട്ടിറച്ചി, ഇതിൽ ഏത് വേണമെന്നായി പരിചാരകൻ. ഏത് രൂപത്തിൽ വേണമെന്നും. തന്തൂർ വേണോ, ഷഷ്ലിക്കി വേണോ? ഷഹബാസ് കൈകൊണ്ട് തന്നെ നാൻ മുറിച്ച് എല്ലാവരുടെയും പ്ലേറ്റിൽ വെച്ചു. നാൻ കഷ്ണങ്ങളായി കഴിഞ്ഞു. തൈര് കൊണ്ടുണ്ടാക്കിയ ചില ചേരുവകൾക്കൊപ്പം വേണമെങ്കിൽ കഴിച്ചു തുടങ്ങാം. ഈ ചേരുവയുടെ പേരാണ് ഷഹബാസ് പറയുന്നത്. ഇവിടുത്തെ തന്തൂർ വ്യത്യസ്തമാണ്. അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആ വിഭവമുണ്ടാക്കുന്ന അടുപ്പൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. ഷഹബാസ് എന്നെയും കൂട്ടി റെസ്റ്റോറന്റിന്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള കോട്ടേജുകൾ മാത്രമല്ല, താമസത്തിന് മുറികളും ലഭ്യമാണ്. അടുക്കളയുടെ ഒരു ഭാഗത്തേക്കാണ് നടന്നെത്തിയത്. ഇതാണ് ഇവരുടെ തന്തൂർ അടുപ്പ്. നമ്മുടെ നാട്ടിലെ തന്തൂർ അടുപ്പ് പോലൊന്നുമല്ല. ഇതൊരു കുഴിയാണ്. കുഴിയിൽ കനൽ നിറച്ച് അതിനു മേലാണ് ഇറച്ചി വെച്ചിരിക്കുന്നത്. കുഴിയുടെ മേലെ ഒരു തകിട് വിരിച്ച് അതിൽ മണ്ണു നിരത്തുക പതിവാണ്. അങ്ങനെ മൂടിവെച്ച കുഴിയിലിരുന്ന് ഇറച്ചി വേവുകയും മൃദുവാവുകയും ചെയ്യും. തുറന്നുവെച്ച കുഴിയിൽ കണ്ടത് വെന്ത മാംസമാണ്. മറ്റൊരിടത്ത് ഇറച്ചി കനലിൽ വെച്ച് വേവിക്കുന്നുണ്ട്. അതിവിടെയാണ്. ഇതിനടിയിൽ ഒരു കുഴിയിൽ കനലിന് മേൽ ഇറച്ചി നിരത്തി വെച്ചിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം അത് ഈ മണ്ണു മാറ്റി അടുപ്പിൽ നിന്നും എടുക്കും. ഇദ്ദേഹമാണ് അടുപ്പുകളുടെ ചുമതലക്കാരൻ.
അടുത്ത മുറിയിലാവട്ടെ വെന്ത മാംസം മുറിച്ച് പ്ലേറ്റുകളിലാക്കുകയാണ്. കൃത്യമായി തൂക്കിയാണ് അത് ഓരോ പ്ലേറ്റിലും വെക്കുന്നത്. ഓരോ ഉപഭോക്താവിനും ഓർഡർ അനുസരിച്ചുള്ള തൂക്കം മാംസം നൽകുന്നു. ആട്ടിറച്ചിയാണിത്. കനലിൽ പ്രത്യേക രീതിയിൽ വേവിച്ചതുകൊണ്ട് അതീവ മൃദുത്വമുള്ള മാംസമാണ്. വലിയ എല്ലുകൾ മഴുകൊണ്ട് വെട്ടിമുറിച്ച് അതും പ്ലേറ്റിൽ വെക്കുന്നുണ്ട്. വലിയ സംഘങ്ങളുടെ ഓർഡർ വലിയ പ്ലേറ്റുകളിലാക്കുന്നു. ഇതിങ്ങനെ കൈകൾ കൊണ്ട് വലിച്ചു വിടർത്തിയെടുത്ത് വെക്കുന്ന രീതിയും മുറിയിലെ സാഹചര്യവുമൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമായി, അതീവ മൃദുത്വമുള്ളതാണ് ഇറച്ചി. എല്ല് മാത്രമാണ് മഴുകൊണ്ട് വെട്ടിമുറിക്കുന്നത്. കൃത്യമായി അളന്നിട്ട് തന്നെയാണ് അത് ഓരോ പ്ലേറ്റിലും വെക്കുന്നത്. നാനിനൊപ്പമോ ഇവിടുത്തുകാർ ഓഷ് എന്ന് വിളിക്കുന്ന ചോറിനൊപ്പമോ കഴിക്കാം. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഭക്ഷണരീതികൾ ഏതാണ്ട് സമാനമാണ്. വിഭവസമൃദ്ധമായിരിക്കും ഇന്നാട്ടുകാരുടെ ഭക്ഷണമേശ. തന്തൂറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ കോട്ടേജിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ആട്ടിറച്ചി തന്തൂർ എത്തിക്കഴിഞ്ഞു. കൃത്യമായ തൂക്കത്തിൽ അളന്നെടുത്ത ഇറച്ചി 4 പ്ലേറ്റുകളിൽ. മാംസം മാത്രമല്ല, ഏതാനും കഷ്ണം ആട്ടിൻ നെയ് കൂടിയുണ്ട് അതിനൊപ്പം. ഇത് തജിക് ശൈലിയിൽ കഴിക്കേണ്ടത് എങ്ങനെയെന്ന് ഷഹബാസ് ഒരു ക്ലാസ് തന്നെ എടുത്തു. തജിക്കിസ്ഥാൻകാരുടെ ഒരു ഇഷ്ടഭക്ഷണമാണിത്. അംബുരാജയും ഞാനും അതിനോട് നീതി പുലർത്തുക തന്നെ ചെയ്തു. അതീവ രുചികരമായ ഒരു ആട്ടിറച്ചി വിഭവം. അധികം എരിവോ മസാലക്കൂട്ടുകളോ ഒന്നും ചേർക്കാതെയാണ് ഇറച്ചി കനലിൽ വെച്ച് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും രുചികരമായൊരു ആട്ടിറച്ചി വിഭവം ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കെ പുറത്ത് ധാരാളം ആളുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തജിക്കിസ്ഥാനിലെ സമ്പന്നരാണെന്ന് കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തം. ഗ്രാമങ്ങളിലെ മൺവീടുകളിൽ ജീവിക്കുന്ന ദരിദ്രർ മാത്രമല്ല, സമ്പന്നരുടെയും നാടാണ് തജിക്കിസ്ഥാൻ. ഭക്ഷണശേഷം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും പാർക്കിങ്ങിൽ കാറുകൾ നിരന്നു കഴിഞ്ഞു. ഖുജന്തിനും ഐനിക്കുമിടയിൽ സഞ്ചരിക്കുന്നവർ ഭക്ഷണം കഴിക്കാനിറങ്ങുന്ന പ്രധാന സ്ഥലമാണിത്. ഞങ്ങൾ യാത്ര തുടർന്നു. മലയടിവാരങ്ങളിൽ പരുത്തിപ്പാടങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ ഇവിടെയെല്ലാമുണ്ട്. കന്നുകാലി വളർത്തലും ചെറുകിട കൃഷിയുമായി ജീവിക്കുന്ന ആളുകളുള്ള ഗ്രാമങ്ങൾ. 2ാം ലോകമഹായുദ്ധാനന്തരമാണ് ഈ പ്രദേശങ്ങളിൽ പരുത്തിക്കൃഷി വ്യാപകമായത്. സമതലങ്ങളിൽ ഗോതമ്പിന്റെയും നെല്ലിന്റെയും കൂട്ടുകൃഷി പാടങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഗിസാർ, പാമിർ മൗണ്ടൻ റേഞ്ചുകളിൽ പരുത്തിയുടെ പാടങ്ങളായിരുന്നു. ഐനിയിലേക്കുള്ള ദീർഘയാത്രയാണ്. അതിനിടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗ്രാമം സന്ദർശിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ചെറുതും ദരിദ്രവുമായ ഗ്രാമങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറിച്ചെന്ന് അവിടുത്തെ ജീവിതാന്തരീക്ഷമൊന്ന് കാണണമെന്ന് എനിക്കുണ്ട്. മൺചുമരും തകരം മേഞ്ഞ മേൽക്കൂരയുമുള്ള ചെറു വീടുകളുള്ള ഗ്രാമങ്ങൾ. അത്തരമൊരു ഗ്രാമത്തിനടുത്ത് വണ്ടി നിർത്തിച്ച് ഞാൻ ഇറങ്ങി. മഴച്ചാറ്റൽ തുടങ്ങിയിരിക്കുന്നു. പാതയുടെ ഓരത്ത് തകരം മേഞ്ഞ ചെറിയൊരു വീട്. അതിന്റെ തിണ്ണയിൽ 2 സ്ത്രീകളിരുന്ന് TV കാണുകയാണ്. വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ അവിടുത്തെ കാവൽ ജോലി ഏറ്റെടുത്തിരിക്കുന്ന 2 നായ്ക്കൾ സമ്മതിക്കുന്നില്ല. സ്ത്രീകളാവട്ടെ TV പരിപാടിയിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. കല്ലുപടുത്തുണ്ടാക്കിയ വീട്. അതിന്റെ ഭിത്തിയിൽ മണ്ണ് മെഴുകിയിരിക്കുന്നു. ചെറിയൊരു തിണ്ണ, തകരം മേഞ്ഞ മേൽക്കൂര. ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ വീടിന്റെ പൊതു സ്വഭാവം. മലഞ്ചെരുവിൽ മഞ്ഞിറങ്ങി തുടങ്ങിയിരിക്കുന്നു. വീടിന്റെ മുൻഭാഗത്ത് റോഡരികിൽ ഇങ്ങനെ കുറെ വസ്തുക്കൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടുകാരുടെ ഒരു വരുമാന സ്രോതസ്. ഇവിടെയുണ്ടായിരുന്ന കച്ചവടക്കാരികളാണ് വീടിന്റെ തിണ്ണയിൽ കയറിയിരുന്ന് TV കാണുന്നത്. തികച്ചും ഗ്രാമീണമായ ചില വിഭവങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. പാൽക്കട്ടി കൊണ്ടുണ്ടാക്കിയ എന്തോ വസ്തുവാണ് പോളിത്തീൻ കവറുകളിൽ നിരനിരയായി തൂക്കിയിട്ടിട്ടുള്ളത്. തേനാണ് മറ്റൊരു സംഗതി. ഗിസാർ പർവ്വതത്തിലെ ഗ്രാമങ്ങളിൽ തേനീച്ച കൃഷി വ്യാപകമായുണ്ട്. ആപ്രിക്കോട്ട് നിറച്ച ബക്കറ്റുകൾ മഴയേൽക്കാതെ മൂടിവെച്ചിരിക്കുന്നു. എന്റെ പിന്നാലെ സാവധാനം വരികയായിരുന്ന കാറിലേക്ക് കയറി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ്
വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. യാത്ര തുടരുമ്പോൾ മഴച്ചാറ്റൽ വർദ്ധിച്ചിരിക്കുന്നു. ഒരു പർവ്വതം കയറിയിറങ്ങി വേണം ഐനിയിലെത്താൻ. മഴ ശക്തമായാൽ ഷൂട്ടിംഗ് പ്രയാസമാവും. പർവ്വതപാതയിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തിയപ്പോഴേക്കും മഴ മാറിയത് ആശ്വാസം. ഇവിടെ പർവ്വതത്തെ തുരന്നു നീളുന്ന ഒരു ടണലുണ്ട്. ഷഹരിസ്റ്റൺ ടണൽ. ചൈന റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ 2012 നിർമ്മാണം പൂർത്തിയാക്കിയ ടണലാണിത്. 5.25 കിലോമീറ്ററാണ് ഷഹരിസ്റ്റൺ ടണലിന്റെ ആകെ നീളം. 2006 മുതലുള്ള 6 വർഷങ്ങൾ കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. തുർക്കിസ്ഥാൻ മൗണ്ടൻ റേഞ്ചിൽ സമുദ്രനിരപ്പിൽ നിന്നും 3378 മീറ്റർ ഉയരത്തിലാണ് ഈ ടണലുള്ളത്. $51 ദശലക്ഷം ചെലവിട്ട് നിർമ്മിച്ച ടണൽ ഗിസാർ പർവ്വത മേഖലയിൽ ചൈന പണിത ടണലുകളിൽ ഏറ്റവും കുറ്റമറ്റതായാണ് വിലയിരുത്തപ്പെടുന്നത്. 6 വർഷം നീണ്ട ടണൽ നിർമ്മാണത്തിൽ ഓരോ ദിവസവും 400 തൊഴിലാളികൾ വീതമാണ് ജോലി ചെയ്തിരുന്നത്. ഇതിൽ 300 പേരും ചൈനക്കാരായിരുന്നു. $281 ദശലക്ഷം ചൈനീസ് സഹായത്തോടെ ഗിസാർ തുർക്കിസ്ഥാൻ പർവ്വത മേഖലകളിൽ തജിക്കിസ്ഥാൻ നടത്തുന്ന പർവ്വത വികസനത്തിന്റെ ഭാഗമായാണ് ഈ തുരങ്കവും നിർമ്മിച്ചത്. ടണൽ കടന്നിറങ്ങുമ്പോൾ മറ്റൊരു ലോകത്തേക്കെത്തിയതുപോലുള്ള അനുഭവമാണ്. പ്രകൃതിക്ക് ആകെ ഒരു മാറ്റം. വളഞ്ഞുപുളഞ്ഞ പാതയിലൂടെ ഇനിയും കുറേ ദൂരം പോകണം. ശൈത്യകാലത്ത് മഞ്ഞിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുള്ളിടത്തെല്ലാം ചെറു ടണലുകളും ഗാലറികളും പണിതുവച്ചിട്ടുണ്ട്. സഹ്യപർവ്വതത്തിലൂടെയുള്ള യാത്രകളെ ഓർമ്മയിലെത്തിക്കുന്നു ഇതുവഴിയുള്ള സഞ്ചാരം. തജിക് തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്നും തുടങ്ങി ഉസ്ബെക്ക് അതിർത്തി വരെ നീളുന്ന പാതയാണിത്. അതിൽ 113 കിലോമീറ്റർ ഗിസാർ തുർക്കിസ്ഥാൻ പർവ്വതനിരകളിലൂടെയാണ് കടന്നുപോകുന്നത്. ചൈന നൽകിയ സാമ്പത്തിക സഹായം റോഡ് വികസനത്തിന് തികയാതെ വന്നതിനാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് $10 കോടി കൂടി ഈ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട്. ഈ റോഡിന്റെ വികസനം കൊണ്ട് ഏറെ നേട്ടമുണ്ടാവുന്ന രാജ്യം ചൈനയാണ്. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടതുവശത്തേക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ചൈനീസ് ബോർഡറിലേക്കെത്തും. 414 കിലോമീറ്റർ നീളത്തിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തജിക്കിസ്ഥാൻ. മറ്റ് അയൽ രാജ്യങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയാകയാൽ തജിക്കിസ്ഥാന്റെ സമ്പന്ന അയൽക്കാരൻ ചൈന തന്നെയാണ്. തജിക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമാർന്ന ഒരു പാതയാണ് ഈ പർവ്വത മേഖലയിലൂടെയുള്ളത്. രാജ്യത്തിന്റെ പ്രധാന കാർഷിക മേഖലയും വ്യവസായ കേന്ദ്രവുമാണ് ഖുജന്ത് ഉൾപ്പെടുന്ന വടക്കൻ പ്രദേശം. അവിടവുമായി തലസ്ഥാന നഗരമായ ദുഷാൻബെയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. ഇതുവഴി തന്നെയായിരുന്നു പുരാതന വാണിജ്യപാതയായിരുന്ന സിൽക്ക് റൂട്ട് നീണ്ടുപോയിരുന്നതും. അങ്ങേയറ്റത്ത് ചെറിയൊരു പച്ചപ്പ് കാണാം. അതാണ് ഐനി പട്ടണം. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഡെൽറ്റ പ്രദേശമാണത്. അവിടം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. മലകൾക്കിടയിൽ പച്ചപ്പിന്റെ ഒരു തളിക പോലെ കിടക്കുന്ന പ്രദേശം. വഴിയോരത്ത് പഴങ്ങളും മറ്റും വിൽക്കുന്ന കച്ചവടക്കാർ. വളഞ്ഞു പുളഞ്ഞ് താഴേക്കിറങ്ങുന്ന പാത. കഴിഞ്ഞ ദിവസം കുറേയേറെ കച്ചവടക്കാർ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ വിജനമാണ്. റംസാൻ ആയതിനാലാവാം. മലഞ്ചെരുവിൽ ഇക്കാണുന്ന പച്ചപ്പ് സ്വാഭാവികമായി ഉണ്ടായതല്ല. നട്ടുവളർത്തുന്ന ഫലവൃക്ഷങ്ങളാണത്. ഇതിവിടുത്തെ ഭൂപ്രകൃതിയിലെ മറ്റൊരു കൗതുക കാഴ്ച. വിചിത്ര രൂപമുള്ള മൺതിട്ടകൾ. അതിനുള്ളിലൂടെ വെള്ളമൊഴുകി രൂപപ്പെട്ട വിള്ളലുകൾ. നൂറ്റാണ്ടുകൾ കൊണ്ട് മലയ്ക്ക് സംഭവിച്ച രൂപമാറ്റമായിരിക്കാം. ആപ്രിക്കോട്ട്, ചെറി, നാരകം, പോംഗ്രനേറ്റ്, പോപ്ലാർ തുടങ്ങിയവയെല്ലാമുണ്ട്. നട്ടുവളർത്തുന്നത് തന്നെ എല്ലാം. ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട വീടുകളിൽ ആളുകൾ വസിക്കുന്നുണ്ടെന്നത് തെല്ലൊരു അത്ഭുതമുളവാക്കുന്ന അറിവാകുന്നു. മൺതിട്ടകളുടെ മുകളിൽ ഗ്രാമീണരുടെ വീടുകൾ. ചിതൽപ്പുറ്റുകൾ പോലുള്ള മൺതിട്ടകൾ. ആ മരങ്ങൾക്കിടയിൽ ചെറുവീടുകളുമുണ്ട്. കാർഷിക ഗ്രാമത്തിന് പ്രകൃതി വ്യത്യസ്തമായൊരു പശ്ചാത്തലം ഒരുക്കിയിരിക്കുകയാണെന്ന് തോന്നും. വിഷയ്ക്കാറ്റ് എന്ന ഗ്രാമത്തിന്റെ ഭാഗങ്ങളാണിത്. ആ ഗ്രാമം ശരിക്കും കാണാവുന്ന ഒരിടത്ത് തിട്ടയിൽ വണ്ടിയൊന്ന് നിർത്താൻ ഞാൻ പറഞ്ഞു.
ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഉയർന്നു നിൽക്കുന്ന മൺതിട്ടകളാണ് കാഴ്ച. വലിയ ചിതൽപുറ്റുകൾ പോലെ അവയെങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഈ താഴ്വാരത്ത് കാണുന്നത് ഹുഷൈക്കാറ്റ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അവിടെ പലയിടത്തും മണ്ണുകൊണ്ട് പണിത വീടുകളുടെ ഭാഗങ്ങൾ കാണാം. ചിലതൊക്കെ പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നു. പാതി തകർന്ന് കാണുന്ന ഈ വീടുകളിൽ ഇപ്പോഴും ജനവാസമുണ്ട്. ഗിസാർ പർവ്വതത്തിലെ മിക്ക ഗ്രാമങ്ങളിലെയും വീടുകളുടെ കാഴ്ച ഇങ്ങനെ തന്നെയാണ്. മൺചുമരുള്ള ആ കെട്ടിടങ്ങളിൽ പലതും കന്നുകാലികളെ സൂക്ഷിക്കാനുള്ളതാണെന്നാണ് ഷഹബാസ് പറയുന്നത്. 1 നൂറ്റാണ്ട് മുൻപ് വരെ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകൾ മാത്രമേ ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് തകരം മേഞ്ഞ വീടുകൾ വന്നത്. ഈ പർവ്വത പ്രദേശത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്നു എന്നതാണ് ഹുഷൈക്കാറ്റ് ഗ്രാമത്തിന്റെ പ്രത്യേകത. മേഖലയിലെ നല്ലൊരു കാർഷിക പ്രദേശമായി ഇവിടം മാറാൻ കാരണം അതാണ്. ഒരു ഭാഗത്ത് ചുവന്ന കല്ലിന്റെ തിട്ടകൾ കാണാം. ഗിസാർ പർവ്വത പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് മലകളിലെ ഈ വർണ്ണവ്യത്യാസം. അല്പമകലെയായി ഐനി പട്ടണം. താഴെ ഇക്കാണുന്നത് ഹുഷൈക്കാറ്റാണ്. ഐനിയിലേക്ക് നീണ്ടുപോകുന്ന പൈപ്പ് ലൈനുകളാണിത്. മലമുകളിൽ നിന്നും ഐനിയിലേക്ക് ശുദ്ധജലം കൊണ്ടുപോകുന്ന പൈപ്പ്. മഞ്ഞുകാലത്തുള്ളിലൂടെ ഒഴുകുന്ന ജലം തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ പൈപ്പിന് മുകളിൽ പ്രത്യേകതരം ആവരണമുണ്ട്. ചെമ്മരിയാടിന്റെ രോമം കൊണ്ടുള്ള ആവരണം. മലയെ അരിഞ്ഞിറക്കി നിർമ്മിച്ച പാത. സെറാവിഷാൻ നദിയാണ് ഈ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നത്. സെറാവിഷാൻ തജിക്കുകളുടെ സാംസ്കാരിക വാഹിനിയാണ്. ഐനി ഉൾപ്പെടെ ചെറുതും വലുതുമായ പല പട്ടണങ്ങൾ സെറാവിഷാന്റെ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ചുരംപാതയിലൂടെ ട്രക്കുകളും മറ്റും നീങ്ങുന്നു. മനോഹരമായൊരു ഭൂപ്രദേശം. നദിക്കപ്പുറമുള്ള തിട്ടയിൽ കാണുന്നത് ഐനി പട്ടണത്തിന്റെ ഒരതിരാണ്. അവിടെയും കാണുന്നത് ഒറ്റ നിലയുള്ള മൺവീടുകൾ തന്നെ. അങ്ങിങ്ങ് തലയെടുപ്പോടെ നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ. മലകളുടെ താഴ്വാരത്താണെങ്കിലും വലിയൊരു സമതലത്തിലാണ് ഐനി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വാഹനത്തിൽ കയറി വീണ്ടും യാത്ര. ഐനി പട്ടണത്തിലൂടെ വേണം ഞങ്ങൾക്ക് യാത്ര തുടരാൻ. നദിയുടെ ഇരുകരകളിലും ദുർബലമായ മൺതിട്ടകൾ. സെറാവിഷാന്റെ ഒഴുക്കിൽ മണ്ണിളകിക്കൊണ്ടിരിക്കുകയാണെന്നതിനാൽ വെള്ളം എപ്പോഴും കലങ്ങിയാണ് കാണുക. ദുർബലമായ മലയിൽ നിന്നും ഈ പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത് പതിവ് സംഭവമാണ്. കാർ ഹുഷൈക്കാറ്റ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ഇറങ്ങിയെത്തി. നേരത്തെ മുകളിൽ നിന്ന് കണ്ട ഗ്രാമം തന്നെയാണിത്. പാതയുടെ ഇരുഭാഗത്തും മൺകെട്ടിടങ്ങൾ. ഇവിടെയൊന്ന് വണ്ടി നിർത്താൻ ഞാൻ ഇസ്വാനോട് പറഞ്ഞു. ഗ്രാമത്തിൽ മൺവീടുകളുടെ കാഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നോ തകർന്നടിഞ്ഞു പോയ ഒരു പുരാനഗരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നും ഇതെല്ലാം. പക്ഷേ ഇതിലെല്ലാം ഇപ്പോഴും ആളുകൾ വസിക്കുന്നുണ്ട്. തജിക്കിസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജനവാസം എങ്ങനെയെന്ന് പ്രേക്ഷകരെ കാണിക്കുന്നതിനാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കാട്ടുകല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച മതിലുകളും ഭിത്തിയും. ഭിത്തിക്ക് മുകളിൽ ചുള്ളിക്കമ്പുകൾ നിരത്തി അതിന്മേൽ കുഴമണ്ണടിച്ചു തേച്ചുറപ്പിച്ചാണ് ഇന്നാട്ടുകാർ വീടിന് മേൽക്കൂര ഉണ്ടാക്കിയിരുന്നത്. വീടുകളുടെ മുറ്റത്തേക്ക് കയറി ചെല്ലാൻ ചെറിയൊരു പടിപ്പുരയുണ്ട്. വാതിലുകളുള്ള പടിപ്പുരകളാണ്. മിക്ക വാതിലുകളും തുറന്നു കിടക്കുന്നു. വാതിൽ കടന്ന് അകത്ത് കയറിയാൽ ഗ്രാമത്തിലുള്ളവർ പ്രശ്നമുണ്ടാക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഈ പടിപ്പുരകളിൽ നേരത്തെ ഏതാനും സ്ത്രീകൾ ഉണ്ടായിരുന്നതാണ്. അവർ എന്നെ കണ്ട് ചെറിയ ശബ്ദകോലാഹലമുണ്ടാക്കി പല വഴിക്ക് പിരിഞ്ഞു പോയിരിക്കുന്നു. ഇത്തരം മൺവീടുകളിലാണ് താമസമെങ്കിലും ഇവിടുത്തെ മിക്ക കുടുംബങ്ങൾക്കും ഒരു കാറുണ്ടാവും. കെട്ടിടങ്ങളുടെ ഭിത്തി മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ്. സിമന്റ് അല്ല ഇത്, കുഴമണ്ണാണ്. സിമന്റ് കൊണ്ട് വാർക്കുന്നത് പോലെ പലക വെച്ച് അത് വാർത്തൊരുക്കിയെടുത്തിരിക്കുന്നു. ഇടവഴികളിൽ കുന്നിൻ ചെരുവിലെ വീടുകളിലേക്ക് പോകാനുള്ള പടവുകൾ. അതിൻ്റെ ഒരു വശത്തുകൂടി മലമുകളിൽ നിന്നൊഴുകി വരുന്ന നീർച്ചാല്. ഞാനിങ്ങനെ ഗ്രാമവഴികളിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഗൈഡ് ഷഹബാസിന് ആശങ്കയാണ്. ഗ്രാമീണർ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന ഭയം.
ഒരു മനുഷ്യനെ പോലും ഞാനിവിടെ ഒന്നും കാണുന്നില്ല. മുറ്റത്ത് മുന്തിരിപ്പന്തലുള്ള ഒരു വീടിനടുത്തേക്ക് ഞാൻ കയറി ചെന്നു. ഇവിടെ ഇതാ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന്റെ വീടാണിത്. ഇവിടം ഷൂട്ട് ചെയ്യാൻ ആ ഗ്രാമീണൻ എന്നെ അനുവദിച്ചു. പക്ഷേ അകത്തേക്കൊന്നും കയറ്റിയില്ല. ഇദ്ദേഹത്തിന് എന്നോടൊന്നും പറയാനാവാത്തതിനാൽ ആംഗ്യം കൊണ്ട് ഒരു നല്ല നമസ്കാരം തരികയാണെന്ന് തോന്നി. അപ്പോഴേക്കും അയൽ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അയാളും തജിക് ഭാഷയിൽ എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ആ ഗ്രാമീണരോട് യാത്ര പറഞ്ഞ് ഞാൻ നടത്തം തുടർന്നു. ഗ്രാമത്തിന്റെ തനത് ജീവിത കാഴ്ചകൾ തേടി.